ബ്ലെസ്ഡ് മെഗാ ബൈബിൾ ക്വസ്റ്റ് 2026 എപ്പിസോഡ് 71 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒന്നുകൂടെ പറയുന്നു. 2 ശമൂവേൽ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളും യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ധാരാളം ജലമുണ്ടായിരുന്ന ഒരു സ്ഥലം ഏത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഉത്തരം ശലേമിന് അരികത്തുള്ള ഐനോൻ. യോഹന്നാൻ 3:23 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അമാസയുടെ മാതാപിതാക്കളുടെ പേരുകൾ. പിതാവ് ഇത്ര, മാതാവ് അബീഗയിൽ. 2 ശമൂവേൽ 17:25 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പുതിയ നിയമത്തിൽ ഒരു അപ്പോസ്തലൻ പ്രാർത്ഥിപ്പാൻ കയറിയ ഒരിടം പഴയ നിയമ പാഠഭാഗത്ത് കാണുവാൻ സാധിക്കും. ഏതാണ് ആ ഇടം? അത് സ്ഥലപ്പേരല്ല. ഇതായിരുന്നു ചോദ്യം. ഉത്തരം വെൺമാടം. 2 ശമൂവേൽ 16:22 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. വെൺമാടത്തിൽ പ്രാർത്ഥിപ്പാൻ കയറിയ അപ്പോസ്തലൻ പത്രോസ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 10:9 അതൊരു സപ്പോർട്ടിംഗ് റെഫറൻസ് ആണ് കേട്ടോ. നിങ്ങൾ പറയേണ്ടത് 2 ശമൂവേൽ 16:22 മാത്രമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, അഹീഥോഫലിന്റെ നഗരം ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം ഗീലോൻ എന്നുള്ളതാണ്. 2 ശമൂവേൽ 15:12 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുന്ന ആളുകളെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം. ഉത്തരം ചാരന്മാർ. 2 ശമൂവേൽ 15:10 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു, 2 ശമൂവേൽ 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളും യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.